നമ്മൾ നല്ല വയറ് നിറച്ച് സദ്യ കഴിച്ചിട്ട് ഈ ഒരു സാധനം അവസാനം കുടിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലൊരു ഫീലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി ഒരു രസമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന പലരും ഇതുവരെ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരവ് തയ്യാറാക്കണം. അതിനായിട്ട് വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പീസ് ഇഞ്ചി അത് ഇതേപോലെ ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. നമ്മൾ പെരിഞ്ജീരകമല്ല, നോർമൽ ജീരകമാണ് ഇട്ട് എടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അത് ഏകദേശം ഇതേപോലെ ആവണം കേട്ടോ. അതിലോട്ട് നമുക്ക് ചട്ടി വയ്ക്കാം. ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ് കേട്ടോ. അതിന് തന്നെ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഉള്ളത് കേട്ടോ, നേരത്തെ നമ്മൾ ചതച്ച് വെച്ചത്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ. അടുത്തായിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 തക്കാളി നമ്മൾ എടുക്കുന്നുണ്ടാവും കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ സ്മെല്ല് പറഞ്ഞാൽ ഇപ്പം തന്നെ അപാര സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഇതിനെ സാധനത്തിന്. ഇതായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ ഒരു കായത്തിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒക്കെ കൂടി. ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞാൽ തന്നെ സ്മെല്ലാണ് കേട്ടോ. അതിനുശേഷം പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ വാളംപുളിയുടെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ആവശ്യം പോലെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊന്ന് തിളയ്ക്കാൻ വിടണം. തിളച്ച് നല്ലപോലെ ഇതേപോലെ വരുമ്പോൾ കുറച്ച് മല്ലിയില അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ ഇതിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിടിലൻ അടിപൊളി രസം റെഡി ആയിട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന പലരും ഇതേവരെ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.